എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ രാഹു എന്ന ഗ്രഹത്തിൻ്റെ തേജസ് കൊണ്ട് വന്നു ഭവിക്കാവുന്ന സാധ്യതയുള്ള അസുഖങ്ങളും രോഗങ്ങളെക്കുറിച്ചാണ് പറ്റിയാണ് പറയുന്നത്. അപ്പോൾ രാഹു എന്ന ഗ്രഹം പ്രായേണ അനുകൂല സ്ഥിതിയാണ് സംജാതമാക്കുന്നതെന്ന് ആചാര്യം പറയുന്നുണ്ട്. വിപരീതാവസ്ഥയിൽ ആണെങ്കിൽ സർപ്പദംശനം, വസൂരി, കഷ്ടതകൾ എന്നിവയുണ്ടാക്കുന്നു. ഹത്യ, ആത്മഹത്യ ഇത്യാദികളെയും ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ദോഷിയായ രാഹു ദോഷിയായ ശനിയുടേതിന് സമാനമായ ഫലങ്ങളെയാണ് നൽകുന്നതെന്നും പറയുന്നു. അടുത്തത്, കേതു എന്ന ഗ്രഹം രാഹുവിൻ്റെയും ശനിയുടെയും ഫലങ്ങൾ ഏകദേശം അതേ ഫലങ്ങളാണ് നമുക്ക് നൽകുന്നത്. കൂടാതെ രക്തവായു വികാരം ഇത്യാദികളെയും പ്രഭാവിതമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശുഭഗ്രഹം കേന്ദ്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ശാരീരിക സ്വസ്ഥതയുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പാപഗ്രഹം കേന്ദ്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ശുഭഫലത്തെ ആണ് ഉളവാക്കുന്നത്. ത്രികോണാധിപൻ സദാ ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. നീചനും ക്ഷീണിതനും ദുർബലനുമായ ഗ്രഹം അശുഭഫലത്തെയും പ്രദാനം ചെയ്യും. ഉച്ചനും ബലവാനും ആയ ഗ്രഹങ്ങളാണ് നമുക്ക് ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നത്. 12 രാശികളിൽ ഏത് രാശിയാണോ ലഗ്നമായി വരുന്നത് ആ രാശിയെക്കൊണ്ടും ലഗ്നരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ആശ്രയിച്ചും ഏതെല്ലാം രോഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളതെന്നാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ ലഗ്നം മുതൽ സപ്തമ ഭാഗം വരെയുള്ള ഭാഗത്തെ അദൃശ്യപൂർവാർത്ഥം എന്നും സപ്തമം മുതൽ ലഗ്നഭാവം വരെയുള്ള ഭാഗത്തെ ദൃശ്യപൂർവാർത്ഥം എന്നും പറയുന്നു. അപ്പോൾ സൂര്യൻ പൂർവാർദ്ധ ഭാഗത്ത് നിന്നാൽ, പ്രത്യേകിച്ചും പുരുഷ ജാതകത്തിലാണെങ്കിൽ സൗരലഗ്നത്തെ ആസ്പദമാക്കിയും സ്ത്രീ ജാതകത്തിൽ ചന്ദ്രലഗ്നത്തെ ആസ്പദമാക്കിയും രോഗകാര്യങ്ങൾ ചിന്തിക്കണമെന്നാണ് ആചാര്യൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങൾ മേടം രാശി മുതൽ നിന്നാലുള്ള ഫലം അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. ഹരിയും ഹരിയും ഹരിയും.